ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സോഷ്യൽ സയൻസ് മാത്രം അടങ്ങുന്ന ഒരു USS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ചാനലിൽ USSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസും USSന് വരാവുന്ന കറണ്ട് അഫെയർസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം വായിക്കാം. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയ ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇറ്റലി, തുർക്കി, ഇംഗ്ലണ്ട്, ജർമ്മനി. തുർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പോളിൻ്റെ ഇപ്പോഴത്തെ പേര്? ആൻസർ ഇസ്താംബൂൾ. 3. നവോത്ഥാനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? മാനവികത, മതപരമായ ആശയങ്ങൾ, അന്വേഷണത്വര, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ആൻസർ ബി ആണ്, മതപരമായ ആശയങ്ങൾ. 4. മധ്യകാലഘട്ടത്തിൽ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ഏതെല്ലാം? ആൻസർ ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകൾ. 5. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ പെട്രാർക്ക്. 6. തെറ്റായ ജോഡി കണ്ടെത്തി എഴുതുക. ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ, മൈക്കലാഞ്ചലോ അവസാനത്തെ അത്താഴം, സെർവാന്തെ ഡോൺ കിക്സോട്ട്, ഡൊണാറ്റലോ ഗട്ടാമെലീത്ത. ഇതിൽ ബി മൈക്കലാഞ്ചലോ അവസാനത്തെ അത്താഴം ആണ് കറക്റ്റ് ആൻസർ. 7ാമത്തെ ചോദ്യം. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ആൻസർ കോപ്പർനിക്കസ്. 8. ശരിയായ ജോഡി കണ്ടെത്തി എഴുതുക. ടെലസ്കോപ്പ് ജോൺ കെയ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലൊക്കോമോട്ടീവ് ജെയിംസ് ഹാർഗ്രീവ്സ്, ഗുട്ടൻബർഗ് ഫ്ലൈയിങ് ഷട്ടിൽ. ബി ആവിയന്ത്രം ജെയിംസ് വാട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. 9. വ്യവസായ വിപ്ലവം ആരംഭിച്ചതെവിടെ? ഇംഗ്ലണ്ട്. 10. വസ്ത്രനിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന യന്ത്രം ഏത്? ഫ്ലൈയിങ് ഷട്ടിൽ. 11. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ രാജ്യം ഏത്? പോർച്ചുഗീസ്. 12. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ വർഷം? 1498. 13. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ഗോവ, ദാമൻ, ദിയു. 14. പോർച്ചുഗീസുകാർക്കെതിരെ മലബാർ തീരത്ത് ചെറുത്തുനിൽപ്പ് നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ. 15. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാം. 16. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിടാൻ സഹായിച്ച യുദ്ധം ഏത്? പ്ലാസി യുദ്ധം. 17. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഝാൻസി, സത്താറ, നാഗ്പൂർ. 18. താഴെ പറയുന്ന ഘടകങ്ങളിൽ മൈസൂരിനെ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചതല്ലാത്ത ഘടകം കണ്ടെത്തി എഴുതുക. മൈസൂർ ഒരു പ്രബല ശക്തിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. മലബാറിലെ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് തടസ്സം നേരിട്ടു. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദം. ആൻസർ ബി ആണ്, ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. 19. ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? വെല്ലസ്ലി പ്രഭു. 20. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധികാരം നഷ്ടപ്പെടുന്നതിന് വഴിയൊരുക്കിയ യുദ്ധം ഏത്? കുളച്ചൽ യുദ്ധം. 21. ബംഗാളിലെ പട്ടുനൂൽ കർഷകരായിരുന്ന ഗോത്രവിഭാഗം ഏത്? നഗോഡകൾ. 22. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? തിരൂർ ബേപ്പൂർ. 23.
ബംഗാളിലെ കർഷക കലാപങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫറാസി കലാപങ്ങൾ. 24. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച ഗോത്രവിഭാഗം ഏത്? കുറിച്യർ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരെ? വേലുത്തമ്പി ദളവ. 26. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്ത്? ശിപ്പായി ലഹള. 27. റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരെ? ബഹദൂർ ഷാ സെക്കൻഡ്. 28. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന പ്രദേശങ്ങളും നേതാക്കളും ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിബായ് ഝാൻസി, മൗലവി അഹമ്മദുള്ള ലക്നൗ, കൻവർ സിംഗ് ആര. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി മൗലവി അഹമ്മദുള്ള ലക്നൗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാകവി ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ ആധുനിക ഇന്ത്യൻ യുഗത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തി ആരെ? രാജാറാം മോഹൻ റോയ്. 30. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം ഏത്? സമ്പദ് കൗമുദി. 31. ഇന്ത്യയിൽ നിയമം മൂലം സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻഡിക് പ്രഭു. 32. തെറ്റായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം, ജ്യോതിറാവു ഫുലെ ആര്യമഹിളാ സഭ, സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണൻ മിഷൻ. തന്നിരിക്കുന്നവയിൽ തെറ്റായത് ജ്യോതിറാവു ഫുലെ ആര്യമഹിളാ സഭ. 33. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ ആഹ്വാനമാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആനി ബെസന്റ്. അടുത്ത ചോദ്യം. മതപരിവർത്തനം തടയുന്നതിനു വേണ്ടി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സ്വാമി ദയാനന്ദ സരസ്വതി. 36. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആര്? സ്വാമി വിവേകാനന്ദൻ. 37. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരിൽ പെടാത്തത് ഏത്? സത്യജിത് റായ്. 38. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അഖിലേന്ത്യാ സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച നേതാവ് ആര്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം. തീവ്ര ദേശീയതയുടെ നേതാക്കളിൽ പെടാത്തത് ആര്? ഫിറോസ് ഷാ മേത്ത. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ദാദാഭായ് നവറോജി. 41. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ പശ്ചിമ ബംഗാൾ എന്നും കിഴക്കൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിച്ചു. അതിൽ കിഴക്കൻ ബംഗാൾ ഇന്ന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ബംഗ്ലാദേശ്. 42. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയായ ആനി ബെസന്റിൻ്റെ ജന്മദേശം എവിടെ? അയർലൻഡ്. 44. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത്? ലക്നൗ സന്ധി. 45. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചത് ആര്? WC ബാനർജി. 46. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോയിരുന്നതാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം. ഇതാരുടെ വാക്കുകളാണ്? ദാദാഭായ് നവറോജി.
ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിലെ ഭൂരിഭാഗം ചോദ്യത്തിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. പക്ഷേ 2 or 3 ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ കൺഫ്യൂഷൻ ഉള്ളതുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് പിന്നീട് പഠിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്